നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ കുമാർ ചെല്ലപ്പൻ. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഇപ്പോൾ. ഒന്ന്, അമേരിക്കൻ ഗവൺമെൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വളരെയധികം അഭിനന്ദിച്ചു. പ്രസിഡൻറ്റ് ട്രംപ് പറഞ്ഞത്, ഇനി അമേരിക്കയിൽ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനം അതിനെ ഉപയോഗപ്പെടുത്തുക, അതല്ലെങ്കിൽ അതിനെ അനുകരിക്കുക എന്നുള്ളതാണ് നല്ല മാർഗം എന്നാണ് പറഞ്ഞത്. ഇത് പറയാനുള്ള കാരണമുണ്ട്. നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാർ അടുത്ത ദിവസം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളെങ്ങനെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു? എനിക്ക് ആലോചിക്കാൻ കൂടി സാധിക്കില്ല എന്ന് പറഞ്ഞു. പ്രേക്ഷകർക്കറിയാം, നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വളരെയധികം വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കാര്യം, നമ്മുടെ പ്രതിപക്ഷം എവിടെ BJP ജയിച്ചാലും അവിടെയൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷേ പ്രതിപക്ഷം ജയിക്കുന്നിടത്ത് അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് തല എണ്ണി ഉറപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ റിസൾട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വളരെയധികം അനുമോദിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം, അമേരിക്ക അവരുടെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഒരു മാറ്റം വരുത്തുകയാണ്. അവർ സേവ് അമേരിക്ക ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം സെനറ്റിലും കോൺഗ്രസ്സിനുമായിട്ട്, US കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാർലമെൻറ്റ്, നമുക്കിവിടെ ലോക്സഭ ഉള്ളതുപോലെയാണ് അവരുടെ കോൺഗ്രസ്. അതുപോലെ രാജ്യസഭ ഉള്ളതുപോലെയാണ് അവരുടെ സെനറ്റ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഭൂരിപക്ഷം കിട്ടി പ്രസിഡൻറ്റ് ഒപ്പുവയ്ക്കുക, അപ്പോഴാണ് നിയമമാവുള്ളൂ. പക്ഷേ ഈ സേവ് അമേരിക്ക, അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് 2026. സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് 2026, അതല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ സേവ് അമേരിക്ക ആക്ട്. എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? അമേരിക്കൻ പൗരന്മാരല്ലാത്ത പലരും, ലക്ഷക്കണക്കിന് പേര് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഫെഡറൽ ഗവൺമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അനധികൃതമായി തന്നെ വോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇല്ലാതാക്കാനും യഥാർത്ഥ അമേരിക്കൻ പൗരന്മാർക്ക് മാത്രം അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാനുമുള്ള, വോട്ട് ചെയ്യാനുമുള്ള സംവിധാനം കൊണ്ടുവരികയാണ് സേവ് അമേരിക്ക ആക്ടിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ആ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അപേക്ഷകൻ തൻ്റെ പൗരത്വം തെളിയിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ്, അതായത് രേഖാമൂലമായ തെളിവുകൾ ഹാജരാക്കണം. എല്ലാ പൗരന്മാർക്കും ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ നൽകും അമേരിക്കൻ ഗവൺമെൻറ്. കൂടാതെ ഈ അനധികൃതമായിട്ട് അമേരിക്കയിലെത്തുന്ന ആർക്കും തന്നെ വോട്ടവകാശം ഉണ്ടാവില്ല. അമേരിക്കൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താനാവൂ. അവർ അമേരിക്കൻ പൗരന്മാരാണെന്ന് സർക്കാർ തന്നെ ഉറപ്പാക്കണം. ഇപ്പം നമ്മുടെ SIR, സ്പെഷ്യൽ ഇൻറ്റൻസിഫിക്കേഷൻ റിവിഷൻ, SIR ഇവിടെ നടപ്പിലാക്കിയപ്പോൾ എന്തൊക്കെ ബഹളമാണ് കാട്ടിക്കൂട്ടിയത്. അനധികൃതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പറ്റിയ പലരുടെയും പേരുകൾ അതിൽ നിന്നും നീക്കം ചെയ്യുകയുണ്ടായി. ഈ നീക്കം ചെയ്തതിൽ നല്ലൊരു ശതമാനവും ബംഗ്ലാദേശിൽ നിന്നും വന്ന അനധികൃത കുടിയേറ്റക്കാരായിരുന്നു. അവരെ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, 4-5 സംസ്ഥാനങ്ങളിലെങ്കിലും ഇതുവരെ തെരഞ്ഞെടുപ്പ് വിജയിച്ചിരുന്നത്. പക്ഷേ ഈ SIR വന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൽ മാറ്റം നമ്മൾ കാണാൻ തുടങ്ങി. അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ രംഗത്ത് വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് അമേരിക്കയിലെ പ്രതിപക്ഷം, ഡെമോക്രാറ്റിക് പാർട്ടി. ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിപക്ഷം. അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയും പിന്നെ വോട്ടിംഗ് റൈറ്റ് ഗ്രൂപ്പ്സുകളുണ്ട്, വോട്ടവകാശം
ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഗ്രൂപ്പും നമ്മുടെ ഇവിടുത്തെ ഈ ഇൻ്റലക്ച്വൽ നെക്സലൈറ്റ്സ് ദിമാഗി നെക്സലൈറ്റ്സ് എന്നൊക്കെ പറയാം, അവരാണ് അതിന് പിന്നിലുള്ളത്. അവർ പറയുന്നത് ഈ നോൺ അമേരിക്കൻ പൗരന്മാർ അല്ലാത്തവർ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നേയില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം പറയുന്നത്, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ വോട്ടേഴ്സ് പട്ടികയിൽ നിന്നും മാറ്റാനായിട്ടുള്ള ശ്രമമാണ് ഇത് എന്ന് അവർ പറയുന്നു. ഇന്ത്യയിലും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കാര്യം ഓരോ ആരോപണത്തിൻ്റെയും വ്യാപ്തി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇവരൊക്കെ എല്ലാവരും ഈ ഒരു ഹിഡൻ അജണ്ട, രഹസ്യ അജണ്ടയോടുകൂടി ഇന്ത്യയിലേക്ക് കടന്നു വരികയും അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിക്കുകയും അനധികൃതമായി ആധാർ കാർഡ്, വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡ് ഇതെല്ലാം നേടുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഈ SIR കാരണവും ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് വിതരണവും കാരണം നമ്മുടെ യഥാർത്ഥ പൗരന്മാർക്ക് മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റൂ, പേര് ചേർക്കാനും വോട്ട് ചെയ്യാനുമുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു നിയമം ഫൂൾ പ്രൂഫ് മെക്കാനിസം എന്ന് പറയും. അത് നടപ്പിലാക്കാനായിട്ടാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന ജ്ഞാനേഷ് കുമാർ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്പോട്ട്ലെസ്ലി ക്ലീൻ ആയിട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പദവി നൽകിയിരിക്കുന്നത്. വളരെ കർശനമായിട്ട്, വളരെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയും വോട്ടേഴ്സ് അഥവാ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള പ്രസ്ഥാനത്തെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതോടുകൂടി കോൺഗ്രസ് കളിക്കുന്നത്, CPIM കളിക്കുന്നത്, CPI ചെയ്യുന്നത്, DMK ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇന്ത്യയുടെ ഒരു ഇലക്ട്രൽ സംവിധാനത്തെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു നമ്മുടെ പൊൻതൂവലായിട്ട്, കിരീടത്തിൽ നേടുന്ന ഒരു പൊൻതൂവലായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. ഇത് ഈ SIRനെതിരെ നടക്കുന്ന സമരങ്ങളെല്ലാം അനാവശ്യമാണ്. SIR നിയമം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? നമ്മളുടെ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും, ഒരു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോഴും ഉപതെരഞ്ഞെടുപ്പ് ശേഷവും വോട്ടേഴ്സ് പട്ടിക പുതുക്കുക എന്നുള്ളതിൻ്റെ ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. അത് അവർ മുറ പോലെ ചെയ്യണം. എന്നാൽ മാത്രമേ അനധികൃത പേരുകൾ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. വിദേശത്തെ മാധ്യമങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വോട്ടേഴ്സ് പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ് SIR എന്നാണ്. അതേ തലവാചകങ്ങൾ തന്നെയാണ് ഇന്ത്യൻ പത്രങ്ങളും ഏതാനും മലയാളം മാധ്യമ ചാനലുകളും ഉപയോഗിക്കുന്നത്. ഇതിലെ പൊള്ളത്തരം മാന്യപ്രേക്ഷകർ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡൻറ്റും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, വളരെയധികം അംഗീകരിക്കുന്ന, വളരെയധികം ആദരവോടുകൂടി വിശദീകരിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രക്രിയകളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം നിലവിലുള്ള ഈ രാജ്യത്ത് നമ്മൾ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്ന കളി വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം.